പരിശുദ്ധ ഖുർആനിൽ പദങ്ങളുടെ അവസാനത്തിൽ ളമീറിൻ്റെ ഹാ വരുമ്പോൾ ചിലപ്പോൾ നീട്ടാതെയും ചിലപ്പോൾ നീട്ടിയും ഓതാറുണ്ട്. എപ്പോഴാണ് നീട്ടേണ്ടത്, എപ്പോഴാണ് നീട്ടാതെ ഓതേണ്ടത്? ഈ ഹൗൽ ളമീറിന് ഹൗൽ കിനായ എന്ന് പറയാം. നമ്മുടെ റിവായത്ത് അനുസരിച്ച് ഹായിനും ഹായിന് തൊട്ട് മുമ്പുള്ളതിനും ഹായിന് ശേഷമുള്ളതിനും, അതായത് ഈ 3 അക്ഷരത്തിനും ഹർക്കത്തുണ്ടായിരിക്കുക. ഇങ്ങനെ ഹർക്കത്ത് വരുമ്പോൾ ഹായിൻ്റെ ഹർക്കത്ത് അനുസരിച്ചുള്ള മദ്ദക്ഷരം അവിടെ നൽകപ്പെടും. ഉദാഹരണത്തിന് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇനി ഹായിനോ ഹായിന് തൊട്ട് മുമ്പുള്ളതിനോ അല്ലെങ്കിൽ ഹായിന് ശേഷമുള്ളതിനോ ഏതെങ്കിലും ഒന്ന് ഹർക്കത്ത് സുക്കൂനായാൽ ഈ ഹാ നീട്ടാതെ ആയിരിക്കണം ഓതേണ്ടത്. ഉദാഹരണത്തിന് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. എന്നാൽ ഈ പറഞ്ഞതിനോട് ഇസ്തിസ്നയായി വന്ന 2 സന്ദർഭങ്ങളാണുള്ളത്. ഒന്ന് സൂറത്തുൽ ഫുർഖാനിൽ വയഖ്ലുദ് ഫീഹി മുഹാന എന്നതും മറ്റൊന്ന് സൂറത്തുൽ സുമറിൽ യർളഹു ലക്കും എന്നതുമാണ്.